ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. നാട്ടുകാരറിയാതെ സംസ്കരിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിനയായി. ഭർത്താവ് അറസ്റ്റിൽ. ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളിയിലാണ് സംഭവം. ചേർത്തലയ്ക്കടുത്ത് കടക്കരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. കടക്കരപ്പള്ളി 9-ാം വാർഡിൽ കൊട്ടാരം ഹരിതശ്രീയിൽ ഹരിദാസ് പണിക്കരുടെ ഭാര്യ 58 വയസ്സുള്ള സുമിയാണ് കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച പുലർച്ചെ 1:15 സുമി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. സംഭവത്തിന് ശേഷം 62 വയസ്സുള്ള ഹരിദാസ് അടുത്ത വീട്ടിൽ പോയി സുമിക്ക് അനക്കമില്ലെന്ന് അറിയിച്ചു. അയൽവാസികൾ എത്തുമ്പോൾ മൂക്കിൽ നിന്നും രക്തം വാർന്ന നിലയിൽ സോഫയിൽ ചാരിക്കിടക്കുന്ന നിലയിലാണ് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ പോകണമെന്ന് അയൽവാസികൾ പറഞ്ഞെങ്കിലും ഹരിദാസ് കൂട്ടാക്കിയില്ല. രാവിലെ സംസ്കാര നടപടികൾ തുടരുന്ന സാഹചര്യത്തിൽ പരിസരവാസികൾ വിളിച്ചു പറഞ്ഞതനുസരിച്ച് പട്ടണക്കാട് പോലീസ് എത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികളിൽ സുമിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയെന്നും പ്രാഥമിക സൂചന ലഭിച്ചു. തുടർന്ന് പോലീസ് സർജന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രി 7 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. തുടർന്ന് ഹരിദാസിനെ പട്ടണക്കാട് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇരുവരും തമ്മിലുണ്ടായ വഴക്കിനിടെ സുമിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് പോലീസിനോട് ഹരിദാസ് പണിക്കർ സമ്മതിച്ചു. 2ാം ഭാര്യയായ സുമി വർഷങ്ങളായി മാനസിക വിഭ്രാന്തിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ദിവസവും ഇരുവരും വഴക്കിടാറുണ്ടെന്നും സഹികെട്ടാണ് കൊലപ്പെടുത്തിയതെന്നും ഹരിദാസ് പോലീസിനോട് പറഞ്ഞു. പെരുമ്പളം സ്വദേശിയായ ഹരിദാസ് മിലിട്ടറിയിൽ സേവനത്തിന് ശേഷം 5 വർഷത്തോളമായി കടക്കരപ്പള്ളിയിലാണ് താമസം. ഉച്ചയ്ക്ക് ശേഷം ഹരിദാസിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആദ്യ ഭാര്യയിലുള്ള 2 മക്കൾ മുംബൈയിലാണ്. പട്ടണക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വിൻമീഡിയ, ചേർത്തല.